നമസ്കാരം. BMC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ആതിര രവീന്ദ്രൻ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സിറ്റി ടവർ, സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ്, അങ്കമാലി. Powered by Liutech Solar Solutions, Mayil Foodstuffs, Mookanur and Cochin Kalabavan Ankamali franchise. പെരിയ ഇരട്ടക്കൊല കേസ് 10 പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തം, 4 പ്രതികൾക്ക് 5 വർഷം തടവ്. പെരിയ ഇരട്ടക്കൊല കേസിലെ ശിക്ഷ വിധിച്ച CBI കോടതി 10 പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തവും 4 പ്രതികൾക്ക് 5 വർഷം തടവും വിധിച്ചു. 1 മുതൽ 8 വരെ പ്രതികൾക്കും 10-15 പ്രതികൾക്കുമാണ് ഇരട്ട ജീവപര്യന്തം വിധിച്ചിരിക്കുന്നത്. 14, 20, 21, 22 പ്രതികൾക്ക് 5 വർഷം തടവ് വിധിച്ചു. 14 പ്രതികൾ കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തിയിരുന്നു. കൊലപാതകത്തിന്റെ മുഖ്യ ആസൂത്രകനും CPIM ലോക്കൽ കമ്മിറ്റി മുൻ അംഗവുമായ A. പീതാംബരനും ഉദുമ മുൻ MLA KV കുഞ്ഞുരാമനും ഉൾപ്പെടെയുള്ളവരാണ് കുറ്റക്കാർ. 2019 ഫെബ്രുവരി 17 പെരിയ കല്യോട്ട് ഗ്രാമത്തിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ ശരത് ലാലും കൃപേഷും കൊല്ലപ്പെടുന്നത്. 6 വർഷമായി നടത്തിയ നിയമ പോരാട്ടത്തിനൊടുവിൽ പെരിയ ഇരട്ടക്കൊലപാതക കേസിൽ കൊച്ചി CBI കോടതി വിധി പറഞ്ഞു. വിധിയിൽ തൃപ്തരല്ല. വധശിക്ഷ പ്രതീക്ഷിച്ചിരുന്നു, ശിക്ഷ ചെറുതായി പോയെന്ന് കുടുംബങ്ങൾ. പെരിയ ഇരട്ടക്കൊലക്കേസ് വിധിയോട് വൈകാരികമായാണ് കൊല്ലപ്പെട്ട കൃപേഷിന്റെയും ശരത്ലാലിന്റെയും കുടുംബത്തിന്റെ പ്രതികരണം. പൊട്ടിക്കരഞ്ഞാണ് കുടുംബാംഗങ്ങൾ വിധിയുടെ വിശദാംശങ്ങൾ കേട്ടത്. ശിക്ഷ കുറഞ്ഞുപോയെന്നും വധശിക്ഷയാണ് പ്രതീക്ഷിച്ചതെന്നും വിതുമ്പലോടെ പ്രതികരിച്ചു. ഇരട്ട ജീവപര്യന്തത്തിൽ തൃപ്തരല്ലെന്ന് കൃപേഷിന്റെ സഹോദരി കൃഷ്ണപ്രിയ പ്രതികരിച്ചു. ശിക്ഷ ചെറുതായിപ്പോയി, അപ്പീൽ പോകുന്നതിനെക്കുറിച്ച് ആലോചിക്കുമെന്ന് കൃപേഷിന്റെ അച്ഛൻ പറഞ്ഞു. പ്രതീക്ഷിച്ചത് വധശിക്ഷയാണെന്ന് ശരത്ലാലിന്റെ സഹോദരി അമൃതയും പ്രതികരിച്ചു. നിങ്ങളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് പരിപൂർണതയേകുവാൻ പുതുപുത്തൻ മോഡലുകളിലുള്ള വർണ്ണവസ്ത്രങ്ങൾ വൻ വിലക്കിഴിവിൽ. സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി പ്രമുഖ കമ്പനികളുടെ പാദരക്ഷകൾ വൻ വിലക്കിഴിവിൽ. ലേഡീസ് ബാഗ്, സ്കൂൾ ബാഗ്, ട്രാവൽ ബാഗുകൾ എന്നിവ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മോഡലുകളിൽ ലഭ്യമാണ്. സിറ്റി ടവർ, ഓപ്പോസിറ്റ് KSRTC ബസ് സ്റ്റാൻഡ്, അങ്കമാലി. ഫോൺ 0484245555. എത്ര ശിക്ഷ ലഭിച്ചാലാണ് CPIM നേതാക്കൾ കൊലവാൾ താഴെ വയ്ക്കുക? KK രമ. CPIM നേതാക്കളുടെ പങ്ക് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തുന്നതാണ് പെരിയ ഇരട്ടക്കൊലക്കേസിന്റെ വിധിയെന്ന് KK രമ MLA. എത്ര ശിക്ഷ ലഭിച്ചാലാണ് CPIM നേതാക്കൾ കൊലവാൾ താഴെ വയ്ക്കുവാൻ തയ്യാറാവുക എന്നും രമ ചോദിച്ചു. TP വധത്തിനു ശേഷം പാർട്ടി നേതാക്കൾ വീണ്ടും കൊലപാതകത്തിനിറങ്ങിയെന്നും രമ ചൂണ്ടിക്കാട്ടി. CBI കോടതി വിധി CPIMന്റെ മസ്തിഷ്കത്തിന് ഏറ്റ അടിയാണെന്നും KK രമ പറഞ്ഞു. അണ്ണാ സർവകലാശാലയിലെ പീഡനത്തിൽ പ്രതിഷേധം, ഖുശ്ബു അറസ്റ്റിൽ. അണ്ണാ യൂണിവേഴ്സിറ്റി ക്യാമ്പസിനുള്ളിൽ വിദ്യാർത്ഥിനിയെ ബലാത്സംഗം ചെയ്ത സംഭവത്തിൽ പ്രതിഷേധിച്ച മഹിളാ മോർച്ച നേതാക്കളെ അറസ്റ്റ് ചെയ്തു. നടി ഖുശ്ബു ഉൾപ്പെടെയുള്ളവരാണ് മധുരയിൽ അറസ്റ്റിലായത്. പ്രതിഷേധ റാലി നടത്തുവാൻ പോലീസ് അനുമതി നിഷേധിച്ചിരുന്നു. നിരോധനാജ്ഞ ലംഘിച്ച് ഖുശ്ബുവിന്റെ നേതൃത്വത്തിലുള്ള സംഘം പ്രതിഷേധം നടത്തിയതോടെയാണ് പോലീസ് അറസ്റ്റിലേക്ക് നീങ്ങിയത്. മധുരയിൽ നിന്നും ചെന്നൈയിലേക്ക് റാലി നടത്താനായിരുന്നു മഹിളാ മോർച്ചയുടെ ശ്രമം. മയിലിന്റെ അപ്പം പൊടിയുണ്ടെങ്കിൽ ഇനി ആർക്കും ഉണ്ടാക്കാം. കൊതിപ്പിക്കുന്ന നല്ല ഒന്നാം തരം അപ്പവും പത്തിരിയും. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. അനാചാരങ്ങളെ എതിർത്താണ് മന്നത്ത് പത്മനാഭൻ സാമൂഹിക പരിഷ്കരണം നടത്തിയത്. G. സുകുമാരൻ നായർക്ക് MV ഗോവിന്ദന്റെ മറുപടി. ക്ഷേത്രാചാര വിഷയത്തിൽ NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർക്ക് മറുപടിയുമായി CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. അനാചാരങ്ങളെ എതിർത്താണ് മന്നത്ത് പത്മനാഭൻ സാമൂഹിക പരിഷ്കരണം നടത്തിയതെന്ന് MV ഗോവിന്ദൻ പറഞ്ഞു.
ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ ദൈവത്തിന്റെ സ്വന്തം എനർജിയായ സോളാർ ഉള്ളപ്പോൾ കറണ്ട് ബില്ലിനെ ഭയക്കുന്നതെന്തിന്? ലിയോടെക് സൊല്യൂഷൻസ്. യോഗ്യരും അതിവിദഗ്ധരുമായ ജീവനക്കാർ, ഉയർന്ന നിലവാരമുള്ള ബ്രാൻഡഡ് സാമഗ്രികൾ മാത്രം ഉപയോഗിച്ച് കൃത്യനിഷ്ഠതയോടെയുള്ള സേവനം. ലിയോടെക് സൊല്യൂഷൻസ്. ഫോൺ 9744487839 9605557707. പുകവലിയെ പ്രോത്സാഹിപ്പിക്കുന്ന പ്രസ്താവന. സജി ചെറിയാനെതിരെ ഗവർണർക്കും ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനും പരാതി. മന്ത്രി സജി ചെറിയാനെതിരെ ഗവർണർക്കും ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനും പരാതി. പുകവലിയെ പ്രോത്സാഹിപ്പിക്കുന്ന മന്ത്രിയുടെ പ്രസ്താവനയ്ക്കെതിരെയാണ് പരാതി. KPCC സെക്രട്ടറിയും തൃശൂർ കോർപ്പറേഷൻ കൌൺസിലറുമായ ജോൺ ഡാനിയലാണ് പരാതി നൽകിയത്. പുകവലിയെ പ്രോത്സാഹിപ്പിക്കുന്ന മന്ത്രിയുടെ പ്രസ്താവനയ്ക്കെതിരെയാണ് പരാതി. 2003 പാർലമെന്റ് പാസാക്കിയ കോടതി നിയമത്തെ വെല്ലുവിളിക്കുകയാണ് മന്ത്രി ചെയ്തത്. കുട്ടികളെ പുകവലിക്കുവാൻ പ്രോത്സാഹിപ്പിക്കുന്നത് കോടതി നിയമപ്രകാരം കുറ്റകരമാണെന്നും മന്ത്രിക്കെതിരെ കോടതിയലക്ഷ്യത്തിന് കേസെടുക്കണമെന്നും പരാതിയിൽ പറയുന്നു. ഇരുപത്തിനാല് വേദികൾ സജ്ജം. സ്വർണക്കപ്പെത്തി കൌമാര പ്രതിഭകളെ സ്വീകരിക്കുവാൻ തലസ്ഥാന നഗരി ഒരുങ്ങി. ഏഷ്യയിലെ ഏറ്റവും വലിയ കൌമാര കലോത്സവത്തിന് തിരിതെളിയുവാൻ ഇനി മണിക്കൂറുകൾ മാത്രം. സംസ്ഥാനത്തെ കൌമാര പ്രതിഭകളെ സ്വീകരിക്കുവാൻ തലസ്ഥാന നഗരമായ തിരുവനന്തപുരം ഒരുങ്ങി. സ്കൂൾ കലോത്സവത്തിന്റെ ജേതാക്കൾക്കുള്ള സ്വർണക്കപ്പ് തലസ്ഥാനത്തെത്തി. 5 ദിനങ്ങൾ ഇനി തലസ്ഥാന നഗരത്തിന് ഉറക്കമില്ലാ നാളുകൾ. മലപ്പുറത്ത് നേതൃമാറ്റം. VP അനിൽ CPIM മലപ്പുറം ജില്ലാ സെക്രട്ടറി. VP അനിലിനെ CPIM മലപ്പുറം ജില്ലാ സെക്രട്ടറിയായി തിരഞ്ഞെടുത്തു. പാർട്ടി ഏകകണ്ഠമായാണ് അനിലിനെ തിരഞ്ഞെടുത്തത്. മതനിരപേക്ഷത ഉയർത്തിപ്പിടിച്ച് പ്രവർത്തിക്കുമെന്ന് VP അനിൽ പറഞ്ഞു. SDPI നേതാവ് ഷാൻ വധക്കേസ്. ഹൈക്കോടതി ജാമ്യം റദ്ദാക്കിയ പ്രതികൾ അറസ്റ്റിൽ. ആലപ്പുഴയിലെ SDPI നേതാവ് ഷാൻ വധക്കേസിൽ ഹൈക്കോടതി ജാമ്യം റദ്ദാക്കിയ പ്രതികൾ അറസ്റ്റിൽ. 2 മുതൽ 6 വരെയുള്ള പ്രതികളായ വിഷ്ണു, അഭിമന്യു, സാനന്ദ്, അതുൽ, ധനീഷ് എന്നിവരാണ് അറസ്റ്റിലായത്. തമിഴ്നാട്ടിലെ പഴനിയിൽ നിന്നാണ് ഇവർ പിടിയിലായത്. ജാമ്യം റദ്ദാക്കിയതിനെ തുടർന്ന് ഇവർ ഒളിവിൽ പോയിരുന്നു. കൂടുതൽ കഞ്ചാവ് പിടിച്ചിട്ടില്ല. ഉപദേശിക്കേണ്ടതിന് പകരം കേസെടുത്തു. തെറ്റായ സന്ദേശം നൽകിയിട്ടില്ലെന്ന് മന്ത്രി. പ്രതിഭ MLAയുടെ മകനെതിരായ കഞ്ചാവ് കേസിനെ വീണ്ടും ന്യായീകരിച്ച മന്ത്രി സജി ചെറിയാൻ. കേസിന് പിന്നിൽ പ്രതിഭയോട് വൈരാഗ്യമുള്ളവരാണെന്നും CPMകാരും ഇതിന് പിന്നിലില്ലെന്നും പ്രതിഭയെ ചില മാധ്യമങ്ങൾ വേട്ടയാടുന്നുവെന്നും സജി ചെറിയാൻ പറഞ്ഞു. പുകവലിക്കുന്നത് തെറ്റല്ലെന്ന് നേരത്തെ നടത്തിയ പ്രസ്താവനയെയും സജി ചെറിയാൻ ന്യായീകരിച്ചു. താൻ തെറ്റായ സന്ദേശം നൽകിയിട്ടില്ലെന്നും തന്റെ പ്രസ്താവനയും മാധ്യമങ്ങൾ വളച്ചൊടിച്ചുവെന്നും സജി ചെറിയാൻ പറഞ്ഞു. പരാതികൾ കുറയ്ക്കുക സർക്കാർ ലക്ഷ്യം. അപേക്ഷകളിൽ തീർപ്പ് വൈകിപ്പിക്കുന്നതും അഴിമതി. മന്ത്രി P രാജീവ്. പൊതുജനങ്ങളുടെ അപേക്ഷകളിൽ തീർപ്പ് വൈകിപ്പിക്കുന്നത് അഴിമതിയായി കണക്കാക്കണമെന്ന് മന്ത്രി P രാജീവ്. കരുതലും കൈത്താങ്ങും പറവൂർ താലൂക്ക് അദാലത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഫയലുകളിൽ തീർപ്പ് കൽപ്പിക്കുകയെന്നാൽ കക്ഷിക്ക് അനുകൂല തീരുമാനമെടുക്കുക എന്ന് മാത്രമല്ല, നിയമങ്ങൾക്കും ചട്ടങ്ങൾക്കും വിധേയമായി സാധ്യമായ പരിഹാരം വേഗത്തിൽ ലഭ്യമാക്കണം. അനാവശ്യമായി വൈകിപ്പിക്കരുത്. സാധ്യമല്ലാത്ത കാര്യങ്ങൾ എത്രയും വേഗം അപേക്ഷകനെ അറിയിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ഉത്തരേന്ത്യയിൽ ശൈത്യം അതികഠിനം. ട്രെയിൻ വ്യോമഗതാഗതത്തെ ബാധിച്ചു. ഉത്തരേന്ത്യയിൽ ശൈത്യം കടുക്കുന്നു. ഡൽഹിയിൽ താപനില 6 ഡിഗ്രിയിലേക്ക് താഴ്ന്നു. കനത്ത മൂടൽമഞ്ഞ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ട്രെയിൻ വ്യോമഗതാഗതത്തെ ബാധിച്ചു. അതിതീവ്രമാവുകയാണ് ഉത്തരേന്ത്യയിൽ ശൈത്യകാലം. ഡൽഹി, രാജസ്ഥാൻ, പഞ്ചാബ്, ഹരിയാന, ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ 5 മുതൽ 8 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് കുറഞ്ഞ താപനില. ഉത്തരാഖണ്ഡ്, ഹിമാചൽ പ്രദേശ്, ജമ്മു കാശ്മീർ എന്നിവിടങ്ങളിൽ താപനില -ഡിഗ്രിയിൽ താഴെയായി. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം. നിങ്ങളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് പരിപൂർണതയേകുവാൻ
പുതുപുത്തൻ മോഡലുകളിലുള്ള വർണ്ണ വസ്ത്രങ്ങൾ വൻ വിലക്കിഴിവിൽ 50% വരെ വിലക്കിഴിവ്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി പ്രമുഖ കമ്പനികളുടെ പാദരക്ഷകൾ വൻ വിലക്കിഴിവിൽ. ലേഡീസ് ബാഗ്, സ്കൂൾ ബാഗ്, ട്രാവൽ ബാഗുകൾ എന്നിവ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മോഡലുകളിൽ ലഭ്യമാണ്. പുരുഷന്മാർക്കായി പ്രമുഖ ബ്രാൻഡുകളുടെ ഷർട്ടുകൾ, ടീഷർട്ടുകൾ, കാർഗോസ്, ഷൂസ്, ചപ്പൽസ് എന്നിവയും ഒരുക്കിയിരിക്കുന്നു. വിദേശയാത്രയ്ക്കായി തയ്യാറെടുക്കുന്നവർക്കായുള്ള തേർമൽ വിയർ ജാക്കറ്റ്സും ലഭ്യമാണിവിടെ. സിറ്റി ടവർ ഓപ്പോസിറ്റ് ടു KSRTC ബസ് സ്റ്റാൻഡ്, അങ്കമാലി. Our sister concern, City Wear and City Shoes, Angamali. Number 048424555455.